1982 കാലഘട്ടങ്ങളിൽ നാടകവേദികളിലൂടെയും കാക്കാരശ്ശി നാടകങ്ങളിലൂടെയും പിന്നണി ഗായികയായി വളർന്നു വന്നു. പിന്നീട് ഈ ഗായികയെ ആരും അറിയപ്പെട്ടില്ല. സ്വരമാധുര്യം കൊണ്ട് അടൂർ വത്സല എന്ന ഗായിക ഇന്ന് അവശയാണ്. പക്ഷേ ആരുടെ മുന്നിലും ഗാനങ്ങൾ ആലപിക്കുവാൻ അവർക്ക് കഴിയുന്നു. ഇത്രയും സ്വരശുദ്ധിയുള്ള ഒരു യുവതിക്ക് അന്നത്തെ കാലത്ത് അതിന് എന്താണ് തടസ്സമായി നിന്നത്? തടസ്സമായി നിന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പാട്ട് കേൾക്കുന്നു, ആസ്വദിക്കുന്നു, വിടുന്നു. പക്ഷേ ഈ കുട്ടിയെ നല്ല രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. അതായത് കർട്ടൻ്റെ പിറകിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഉള്ള ഒരു പരാജയം ഉണ്ടായിരുന്നു. അങ്ങനുണ്ട്. എന്നാൽ എല്ലാ ഗായികമാർക്കും അത് ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനകത്തൊക്കെ വേറെ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പറയുന്നത് ശരിയല്ലെങ്കിലും അതിനകത്ത് ഈ സാമ്പത്തിക പ്രശ്നം വല്ലാതെ അതിൻ്റെ ജീവിതത്തിൽ അലട്ടിയിരുന്നു. അവരുടെ കുടുംബത്തെയും ഈ വത്സലയെയും സാമ്പത്തിക പ്രശ്നം അലട്ടിയിരുന്നു. അപ്പം അതിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുടുംബമാണ് അവരുടെ കുടുംബം. പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. ആ തരത്തിലേക്ക് വന്നു. ബാലെ ട്രൂപ്പിലെ വരുമാനം കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ അടൂർ വത്സലയ്ക്ക്? ബാലെ ട്രൂപ്പിൽ പോയിക്കൊണ്ടിരുന്ന അവസരത്ത് അതിന് ശാരീരികമായ ആവശ്യതകളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ആണ് അതിന് ശാരീരികമായ അവശത ഉണ്ടായിട്ടുള്ളത്. ആ ശാരീരികമായ അവശത എന്ന് പറയുമ്പോൾ അതിൻ്റെ പാട്ടിൻ്റെ ഗ്രാഹ്യവും ഒക്കെ അതിൻ്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാറിപ്പോയ ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിന് കാര്യമായി ഈ കുട്ടിയെ ശരീരത്തിന് സംരക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള കുടുംബ പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ട് അതിന് ശരിയായ രീതിയിൽ ഭക്ഷണക്രമം പോലും ഇല്ലാതിരുന്നൊരവസ്ഥ ഉണ്ടായി. അന്നത്തെ കാലത്ത് അടൂർ വത്സലയുടെ സ്വരം കൊണ്ട് നേട്ടം ഉണ്ടാക്കിയവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്നത്തെ ഇതിൽ അതിൻ്റെ പാട്ടിനെയും അതിൻ്റെ ജ്ഞാനത്തെയും ഒരു പരിധിവരെ പലരും അത് മുതലാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവർ തന്നെ അതിനെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ, അതിനെ ശ്രദ്ധിക്കാത്തൊരവസ്ഥ പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. വത്സലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വത്സലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. വളരെ പരിതാപകരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശാരീരികമായ അവസ്ഥ വളരെ ദയനീയമാണ്. അതിനെ സംരക്ഷിക്കാൻ ഇപ്പോൾ ആളില്ല. അതിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. ഒരു ആങ്ങളയുണ്ടായിരുന്നു, ആങ്ങളയും മരിച്ചു. ഇപ്പോൾ അവർ കഴിഞ്ഞുകൂടുന്നത് ആങ്ങളയുടെ ഭാര്യയുടെ ഒപ്പമാണ്, നാത്തൂൻ്റെ കൂടാണ്. ജീവിതമാർഗത്തിന് വേണ്ടിയും കലയോടുള്ള അല്ലെങ്കിൽ ഗാനത്തോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ചേച്ചി രംഗത്തേക്ക് വന്നത് അന്നത്തെ കാലത്ത്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ കുറേ ഗാനങ്ങളൊക്കെ ഇങ്ങനെ ചിട്ടപ്പെടുത്തി ആൾക്കാരുമായിട്ട് പാടി കുറേ അനുഭവങ്ങൾ അതിനകത്തുനിന്നുണ്ടായി. പിന്നെ രോഗബാധിതയായതിനു ശേഷം പിന്നെ എന്താണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള, അതായത് ഗാനരംഗത്തേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊഫഷനിലേക്കോ പോകാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് വയ്യാത്തോണ്ട് പോകാതിരുന്നു. വായിക്കാനൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇരിക്കാനൊക്കെ പാടായോണ്ട്, താണിരിക്കാനൊക്കെ പാടായോണ്ട് പോകത്തില്ല. പിന്നെ പരിപാടിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി കൊണ്ട് കാണിച്ചിരുന്നോ? ഗുളികയൊക്കെ മരുന്നൊക്കെ കഴിച്ചു, കുറവുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും നടക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴാണ് ഇത്തരത്തിൽ നടക്കാനൊക്കെ, അത്യാവശ്യം ഒന്നും നടക്കാനൊക്കെ വെക്കുന്നുണ്ട്. സഹായങ്ങളില്ലാതെ നടക്കാനൊക്കെ കഴിയുന്നത്. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇത്രയൊക്കെ കഴിഞ്ഞുകൊണ്ടുള്ള ഇവിടെ ആയോണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് പിന്നെ നമ്മൾ പോയി പാടിയിരുന്ന ആൾക്കാർ, കുറേ ആൾക്കാരെയൊക്കെ പരിചയമുണ്ടല്ലോ, ആ രംഗത്തുള്ള ആൾക്കാരൊക്കെ. പിന്നെ അവരൊക്കെ അന്വേഷിച്ച് അങ്ങനെ വന്നിരുന്നോ? ഇത്തരത്തിലൊരു ഗായിക ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, നല്ല സ്വരമായിരുന്നു, അവരുടെ ആ സ്വരം ഉപയോഗിച്ച് ഞങ്ങളുടെ ബാലകളും നാടകങ്ങളും കാക്കാരശ്ശി നാടകമൊക്കെ പല വേദികളിൽ കളിച്ചിട്ടുണ്ട്, അവരെന്തിയെ എന്ന് അന്വേഷിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ പിന്നീട്?
ഇല്ല ആരും രോഗശയ്യന് ശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനകത്ത് സങ്കടമുണ്ടോ? ഇല്ല. അതിനകത്ത് സങ്കടമില്ല, ഈ ചിരി മാത്രമാണുള്ളത് അല്ലേ?